ഇന്ന് പാർലമെന്റിൽ ശ്രീ അമിത്ഷാ അവതരിപ്പിക്കുന്ന ബില്ല് അവതരിപ്പിച്ചാൽ കീറി എറിയുമെന്ന് പറയുന്ന പ്രതിപക്ഷം ഏതായാലും ബില്ലിന് വലിയ ജനകീയ അംഗീകാരം ലഭിക്കും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. കാരണം 30 ദിവസത്തോളം പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ മറ്റു മന്ത്രിമാരോ കസ്റ്റഡിയിലിരിക്കേണ്ട, അതായത് പോലീസ് കസ്റ്റഡിയിലിരിക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ, ജയിലിൽ കിടക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ 31ാമത്തെ ദിവസം ഓട്ടോമാറ്റിക്കായി അവരുടെ ആ സ്ഥാനം, അത് പ്രധാനമന്ത്രി ആയാലും മുഖ്യമന്ത്രി ആയാലും മന്ത്രിമാരായാലും ആ സ്ഥാനം നഷ്ടപ്പെടും എന്നുള്ളതാണ് പുതിയ ബില്ലിൽ പറയുന്നത്. അഴിമതി വിരുദ്ധ കരട് നിയമപ്രകാരം 5 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങൾക്കാണ് ഇത്തരത്തിൽ പോലീസ് കസ്റ്റഡിയിൽ വെക്കുന്നത്. അങ്ങനെ 30 ദിവസം ജയിലിൽ കഴിയേണ്ടി വരുന്ന ഒരു പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ ഉണ്ടെങ്കിൽ അവർ 31ാം പൊക്കം ഓട്ടോമാറ്റിക്കൽ ആ സ്ഥാനത്ത് നിന്ന് പുറത്ത് പോവുകയാണ് ഈ ബില്ലുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ മാസങ്ങളോളം കിടന്നിട്ട് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാൻ തയ്യാറായില്ല. തമിഴ്നാട്ടിലെ മന്ത്രി സെന്തിൽ ബാലാജിയും ജയിലിലായിട്ടും ഈ മന്ത്രിസ്ഥാനമൊന്നും രാജിവെക്കാൻ തയ്യാറായില്ല. കാരണം ഇവർ രാജിവെച്ചാൽ മാത്രമേ രാജി അംഗീകരിക്കുള്ളൂ. അതാണ് നിലവിലത്തെ നിയമം. ആ നിയമം പാടയെ മാറ്റി എഴുതിക്കൊണ്ട് 30 ദിവസം കിടന്നു കഴിഞ്ഞാൽ 31ാം പൊക്കം ആ ഒരു സ്ഥാനം ഉണ്ടാകില്ല. ഈ ബില്ല് സഭയിൽ അവതരിപ്പിച്ചാൽ കീറി എറിയുമെന്നാണ് പ്രതിപക്ഷ പാർട്ടി എംപിമാർ പറയുന്നത്. ഇവിടെ ശ്രദ്ധേയമായൊരു കാര്യം, ആരെയും ഇതിൽ ഒഴിവാക്കിയിട്ടില്ല എന്നുള്ളതാണ്. പ്രധാനമന്ത്രി ആയാലും മുഖ്യമന്ത്രി ആയാലും മറ്റു മന്ത്രിമാരായാലും എല്ലാവർക്കും ഇത് ബാധകം എന്ന് പറയുമ്പോൾ എന്തിനാണ് പ്രതിപക്ഷം ഭയക്കുന്നതെന്ന് BJP ചോദ്യം ഉയർത്തുന്നുണ്ട്. ഏതായാലും ഇതിപ്പോൾ പാർലമെന്ററി കമ്മിറ്റിക്ക് വിടുന്നതിന് വേണ്ടിയിട്ടാണ് ബില്ല് അവതരിപ്പിക്കുന്നത്. ഇന്ന് പാസ്സാക്കാൻ സാധ്യതകളൊന്നും തന്നെ ഇല്ല. ഈ ബില്ല് അവതരിപ്പിക്കുക, രാജ്യമാകെ അത് ചർച്ച ചെയ്യുക, ഒപ്പം തന്നെ ഇതിനെ പാർലമെന്ററി സമിതി പരിശോധിക്കുക, പിന്നീട് ഈ ബില്ല് പാസ്സാക്കുക എന്നൊരു നയമാണ് BJPയുടെ പതിവ് രീതികൾ തന്നെയാണ് ഇതിലും നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം മുൻപ് പറയാതെ, മുൻപൊന്നും പ്രഖ്യാപിക്കാതെ അപ്രതീക്ഷിതമായ ഒരു ബില്ല് സഭയിൽ എത്തിക്കുക, അതുവഴി പ്രതിപക്ഷത്തിന് പോലും അമ്പരപ്പുണ്ടാക്കുക, ഇത് അവരുടെ ഒരു പതിവ് രീതിയാണ്. കഴിഞ്ഞ 11 വർഷമായി ഇന്ത്യൻ പാർലമെന്റ് കാണുന്ന രീതിയാണ്. പക്ഷേ ഈ ഒരു ബില്ലിന് വലിയ ജനസ്വീകാര്യത ലഭിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.